ഹലോ പ്രിയമുള്ളവരെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളകളിലൊന്നാണ് റബ്ബർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. റബ്ബർ ടാപ്പിങ്ങിലെത്തിക്കഴിഞ്ഞാൽ നിത്യേന വരുമാനം ലഭിക്കുന്ന ഒരു കാർഷിക വിളയും കൂടിയാണ് റബ്ബർ. റബ്ബർ നോക്കിയുണ്ടാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം പ്ലാന്റിങ് കഴിഞ്ഞ് തൈയായിരിക്കുമ്പോൾ മുതൽ അത് മുറിക്കുന്നത് വരെയും വിവിധ രീതിയിലുള്ള അസുഖങ്ങൾ റബ്ബറിനെ ബാധിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാച്ച് കാങ്കർ എന്നാണ് ഈ അസുഖത്തെ പറയപ്പെടുന്നത്. റബ്ബറിൻ്റെ തടിയിൽ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ ഏത് ഭാഗത്തും ഈ അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. ഈ ഒരു അസുഖം തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണാറ്: തടിയിൽ നിന്നും പാല് പൊട്ടിയൊലിക്കുന്നൊരവസ്ഥ. ആ പൊട്ടിയൊലിക്കുന്ന ഭാഗത്ത് പിന്നീട് ചിരട്ടൊട്ടുപാല് പോലെ ഒട്ടുപാല് കട്ട പിടിച്ചിരിക്കുകയും പിന്നീട് അതിൻ്റെ കളറ് മാറി കറുത്ത കളറും പൊട്ട സ്മെല്ലും ഉണ്ടാവാറുണ്ട്. സാധാരണ നമ്മൾ ആ ഭാഗം ക്ലീൻ ചെയ്ത് എൻഡോഫിൽ കൊണ്ട് വാഷ് ചെയ്ത് റബ്ബർ കോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മരത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ചില മരങ്ങളിൽ റബ്ബറിൻ്റെ തടിയിൽ ഏറ്റവും അടിയിൽ നമ്മൾ ടാപ്പിങ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ ഈ അസുഖം കണ്ടുവരാറുണ്ട്. അങ്ങനെ കാണുന്ന മരങ്ങളിൽ ആ ഭാഗത്ത് വെച്ച് മരം ഒടിഞ്ഞു പോകാറാണ് പതിവ്. ഇതിപ്പോൾ ആ രൂപത്തിലുള്ളൊരു അസുഖമാണ്. നമ്മൾ റെയിൻഗാർഡിങ് ചെയ്ത ടാപ്പിങ് ചെയ്യുന്ന ഭാഗത്താണ് ഈ അസുഖം കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രത്യേക സ്മെല്ലുണ്ടാവും. പ്രാണികൾ കാണാം, പുഴുക്കൾ കാണാം, റബ്ബറിൻ്റെ തടി ഉണങ്ങിയിരിക്കുന്നതൊക്കെ കാണാം. ഈ മരത്തൊക്കെ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ഈ മരം രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഇത്തരം അസുഖങ്ങൾ വളരെ നേരത്തെ കണ്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ അസുഖം പടർന്ന് പിടിച്ച് നമ്മുടെ എസ്റ്റേറ്റിൽ തോട്ടങ്ങളിലൊക്കെ അത് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ വളരെ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ അസുഖം നമ്മൾ ഇപ്പോൾ കാണുന്നത്.